ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഇൻട്രോ ഇല്ലാത്ത വീഡിയോ ആണ് അല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നിവിടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് പ്രൈസ് 40 രൂപയെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഇതാ അതിനുള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച തിരക്കുണ്ടാവില്ല, പക്ഷെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടു ഒരുപാട് നമുക്ക് സ്റ്റേഷനറി ഐറ്റംസും കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഫർണിച്ചർ, ബെഡ്ഷീറ്റ്, അങ്ങനെ ബെഡ്ഷീറ്റിനൊക്കെ 500 രൂപയാണ് അങ്ങനെ തോന്നുന്നു കേട്ടോ. 2 എണ്ണത്തിന് 500 അങ്ങനെയാണ്. പിന്നെ കണ്ട കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കണ്ട മുകളിലടക്കം സാധനങ്ങൾ ഇങ്ങനെ തൂക്കി വെച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് സാധനങ്ങളുണ്ടായിരുന്നു. ഒടുക്കത്തെ തിരക്കും ഗൈസ്, നമുക്കിങ്ങനെ നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ കിച്ചൻ്റെ ഐറ്റംസും കിച്ചന് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ, കത്തി, സ്പൂണ്, അങ്ങനത്തെ ഐറ്റംസും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ കണ്ട വുഡൻ്റെ ഐറ്റംസും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഈ വീട്ടിലിങ്ങനെ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഹുക്ക് ഉണ്ടല്ലോ, വുഡൻ്റെ ഹുക്ക്. പിന്നെ അത് കീ ഷേപ്പും അങ്ങനെ പല ഷേപ്പിൽ അങ്ങനത്തെ കുറേ ഹുക്ക് ഉണ്ടായിരുന്നു. പിന്നെ കണ്ണാടി, പിന്നെ അങ്ങനെ ബെൽറ്റ്, തൊപ്പി, അങ്ങനത്തെ നമ്മൾ എല്ലാ സാധനങ്ങളും എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ കണ്ടു ഇങ്ങനത്തെ ഒരു ഇതാണ്ടോ ഗ്ലാസ്. ഈ ഒരു ഗ്ലാസ്സിന് 6 എണ്ണത്തിന് 100 രൂപ അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്, ഫുട്ബോളിൻ്റെ പോലെ അങ്ങനെ കുറേ നല്ല രസമുള്ള പാത്രങ്ങളും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറേ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇതിന് മുമ്പ് ഇനി കുറേ സാധനങ്ങളുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഫാൻസി ഐറ്റംസും പിന്നെ മിറർ കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ, വാങ്ങിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹെയർ ക്ലിപ്പും ബണ്ണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ കുറേ ബാഗുണ്ട്, നല്ല കളക്ഷനായിട്ടോ. ബാഗിന് അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു. പിന്നെ കുറേ ചെരുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ട്രഡീഷണൽ മോഡലായിട്ടുള്ള കുറേ ചെരുപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് കണ്ടു നമ്മൾ ഈ പണ്ടത്തെ മിഠായികളാണ് കേട്ടോ. ഇഞ്ചി മിഠായി, ജോക്കർ മിഠായി, നാരങ്ങ മിഠായി, തേ മിഠായി, അങ്ങനെ ഒരുപാട് മിഠായിൻ്റെ ഉള്ളൂ. പിന്നെ കണ്ടു ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. കണ്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വന്ന ഈ ഒരു സ്ഥലമാണ്. ഇവിടെ വെച്ചാൽ ഇങ്ങനെ ജയിലിൽ പോലത്തെ ഈ പോലീസുകാർ, കള്ളന്മാർ അങ്ങനെയൊക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നത്. ബോക്സിങ്ങിനെ കുറിച്ചിട്ടും അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട സാധനത്തിന് ഇറങ്ങി പിന്നെ നേരെ ഇങ്ങോട്ടാണ് പോവുക. ഇങ്ങോട്ട് കയറാൻ വലിയ ടിക്കറ്റ് പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ. കണ്ടോ ഗൈസ്, കണ്ടോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ പൂരം കഴിഞ്ഞിട്ട് പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ്. അത്രയും ദിവസം ഞാനിങ്ങനെ ഇടാതെ ഇങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു, വോയിസ് ഓവർ കൊടുക്കേണ്ട ഒരു മടിയുണ്ട്. പിന്നെ ഗൈസ് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കണ്ടോ. പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കുറേ യന്ത്രൂഞ്ഞാൽ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ പലാസയ്ക്കൊക്കെ 250 രൂപയാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രോപ്പ് ടോപ്പിന് വന്നിട്ട് 350 രൂപയാണ് കേട്ടോ. പിന്നെയും കണ്ടോ ഗൈസ് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ തിരക്കിൽ അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആകെ വിയർത്ത് മുടിയൊക്കെ കെട്ടിച്ചിട്ട് ഒരു പ്രാന്തത്തെ പോലെയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ് കേട്ടോ. കുറേ നല്ല ബുക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് പിന്നെയും നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി. പിന്നെ കുട്ടികൾക്ക് പറ്റിയ കുറേ കളിപ്പാട്ടങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറയുമല്ലോ, അതിൻ്റേതായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വെറൈറ്റി പേന, പെൻസില്, അങ്ങനത്തെ ബൗച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയാലും കണ്ടോ ഈ ഒരു സൈഡിൽ കണ്ടോ, ഈ ഒരു സൈഡിൽ കൂടി ഇരുന്ന് നമ്മൾ നേരത്തെ നടന്ന് വന്നത് കണ്ടോ. അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ ഇങ്ങനെ കണ്ടോ ഉപ്പിലിട്ട സാധനങ്ങൾ കഴിച്ചു അവിടുന്ന്. അതിനുള്ളിൽ തന്നെ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ മണ്ണുകൊണ്ടുള്ള ഇങ്ങനെ കുട ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. പിന്നെ അവിടെ നിന്ന് കഴിച്ച് ഇങ്ങനെ ഇറങ്ങി. ഇനിയും ഉണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി.